പാഠം 2. പ്രകാശം ജലം പോലെയാണ്. ലൈറ്റ് ഈസ് ലൈക്ക് വാട്ടർ. എഴുതിയത് ഗബ്രിയൽ ഗാർസിയ മാർക്വസ്. ഇദ്ദേഹത്തെ ഗാബോ എന്ന വിളിപ്പേരിലൂടെയും അറിയപ്പെടുന്നു. ഏകാന്തതയുടെ 100 വർഷങ്ങൾ എന്ന കൃതിക്ക് ഇദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചു. മാജിക്കൽ റിയലിസം എന്ന രചനാ സങ്കേതം ഈ കൃതിയിലൂടെ അദ്ദേഹം നമ്മെ പരിചയപ്പെടുത്തുന്നു. ടോട്ടോ എന്ന 9 വയസ്സുകാരനും ജോവേൽ എന്ന 7 വയസ്സുകാരനുമാണ് കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ. ലാറ്റിൻ അമേരിക്കൻ നഗരമായ കാഡ്ജീന ഇന്ത്യാസിൽ നിന്ന് യൂറോപ്യൻ നഗരമായ മാഡ്രിഡിലേക്ക് താമസത്തിനെത്തിയ ഒരു കുടുംബമാണ് കഥയുടെ പശ്ചാത്തലം. വീടിന് മുറ്റവും ഉൾക്കടലിനോട് ചേർന്ന് ബോട്ടുകൾ അടുപ്പിക്കാനുള്ള സ്ഥലവും 2 വലിയ വള്ളങ്ങൾ വെക്കാനുള്ള ഷെഡും കാഡ്ജീനയിൽ ഉണ്ടായിരുന്നു. പിതാവിൻ്റെ ചൂതാട്ടം മൂലം വലിയ കടബാധ്യത അവർക്കുണ്ടായിരുന്നു. വീട്ടുപകരണങ്ങളിലെ കവിത എന്ന ചർച്ചയിൽ പങ്കെടുക്കുകയായിരുന്ന പപ്പയോട് ടോട്ടോ സ്വിച്ചിൽ തൊടുമ്പോൾ എന്തുകൊണ്ട് പ്രകാശം വരുന്നു എന്ന് ചോദിച്ചു. അതിനു കാരണം പ്രകാശം ജലം പോലെയാണ് എന്ന് പപ്പ മറുപടി പറയുന്നു. സ്കൂൾ പഠനത്തിൽ മികവ് പുലർത്തിയാൽ അവരുടെ ആവശ്യമായ തുഴവെള്ളം വാങ്ങാം എന്ന് അച്ഛൻ സമ്മതിക്കുന്നു. അങ്ങനെ അദ്ദേഹം വാക്ക് പാലിക്കുന്നു. കുട്ടികൾ ആ വെള്ളം ഫ്ലാറ്റിൻ്റെ 5ാം നിലയിൽ എത്തിക്കുന്നു. എല്ലാ ബുധനാഴ്ചകളിലും മാതാപിതാക്കൾ സിനിമ കാണാൻ പോകുമ്പോൾ അവർ ആ വെള്ളം സ്വീകരണ മുറിയിൽ ഇറക്കി വീട്ടിലെ ബൾബുകൾ പൊട്ടിച്ച് അതിൽ നിന്നുള്ള പ്രകാശത്തിൻ്റെ കുത്തൊഴുക്കിൽ തുഴഞ്ഞു നടക്കുന്നു. കടലിൽ ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന ഉപകരണങ്ങളും അവർ സ്വന്തമാക്കുന്നു. പിന്നീട് മുങ്ങൽ പരീക്ഷണത്തിനുള്ള ഉപകരണങ്ങളും വാങ്ങി പണ്ട് കാണാതായ പലതും അവർ മുങ്ങിത്തപ്പി കണ്ടെത്തുന്നു. ഒടുവിൽ കൂട്ടുകാർക്കായി അവർ ഒരു വലിയ പാർട്ടി സംഘടിപ്പിക്കുന്നു. അതിൽ വീട്ടിലെ ഏറ്റവും വലിയ ബൾബ് പൊട്ടിച്ച് പ്രകാശമാകുന്ന കുത്തൊഴുക്കിൽ അവർ തോണി തുഴയുന്നു. ആ പ്രകാശപ്രവാഹം ജനലുകൾ തകർത്ത് പട്ടണത്തിൻ്റെ നേരെ കുതിച്ചൊഴുകുന്നു. അഗ്നിശമന സേനാ അംഗങ്ങൾ പ്രകാശപ്രവാഹമാണ് കണ്ടത്. സങ്കല്പവും യാഥാർത്ഥ്യവും തമ്മിലുള്ള അതിർവരമ്പുകൾ ഈ കഥയിൽ മാഞ്ഞു പോകുന്നു. തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ കുട്ടിക്കാലം ഇത്തരം സങ്കല്പങ്ങളിലൂടെ അവർ നേടിയെടുക്കുന്നു. നിശ്ചയദാർഢ്യത്തിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ കഥ.